താഴാൻ 3 ആഴ്ചയിൽ കൂടുതൽ വേണ്ടിവരില്ല. ഇതോടെ ജലവിതരണം പൂർണ്ണമായും സ്തംഭിക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്ത് 7.5 കോടിയോളം രൂപയുടെ നിരോധിച്ച 2000 നോട്ടുകൾ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. മുഖ്യ സൂത്രധാരനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. പിടിച്ചെടുത്ത നിരോധിച്ച 2000 നോട്ടുകൾക്കൊപ്പം കള്ളനോട്ടുകളും കണ്ടെത്തി. അമ്പലത്തറ ഗുരുപുരത്ത് അടച്ചിട്ട വാടക വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് വിപണിയിൽ നിന്നും പിൻവലിച്ച 2000 രൂപയുടെ 7.25 കോടി രൂപ പോലീസ് പിടികൂടിയത്. ബേക്കൽ പരിയങ്ങാനത്തെ താമസക്കാരനാണ് ഇതിലെ മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മലപ്പുറത്തെ ഒരു ബാങ്ക് മാനേജരാണ് സഹായിയെന്നും ഇയാളാണ് പണം മാറുന്നതിനായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി പി ബിജോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് അമ്പലത്തറ പോലീസ് വീടിന്റെ പൂട്ടുപൊളിച്ച് നടത്തിയ പരിശോധനയിലാണ് തുക പിടികൂടിയത്. അമ്പലത്തറ സ്വദേശി ബാബുരാജ് എന്ന പ്രവാസിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. അബ്ദുൾ റസാഖ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തത്. നോട്ടുകളുടെ ശേഖരമുള്ളതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് 3 ദിവസമായി വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. തുടർന്നാണ് പോലീസ് സംഘം വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറി പരിശോധന നടത്തിയത്. തുക വീടിന്റെ പൂജാമുറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. 2000 നോട്ടുകളോടൊപ്പം കള്ളനോട്ടുകളും പിടികൂടിയിട്ടുണ്ട്. അമ്പലത്തറ ഇൻസ്പെക്ടർ കെ പ്രജീഷ്, SI സുമേഷ് ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ്, മോഹനൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പണം പിടികൂടിയത്. വീട് വാടകയ്ക്കെടുത്ത അബ്ദുൾ റസാഖ് അടുത്തിടെ പ്രദേശവാസിയുടെ കാർ വിലക്കെടുത്തതായും ഇയാൾ ചൊവ്വാഴ്ച ഉച്ച മുതൽ സ്ഥലത്തില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഒളിവിലുള്ളവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. നിരോധിച്ചെങ്കിലും 2000 രൂപ നോട്ടുകൾ ഉപയോഗിച്ച് ഇടപാട് നടക്കുന്നതായാണ് വിവരം. ഇത്തരത്തിലുള്ള ഇടപാടിനായി സൂക്ഷിച്ചതാണ് ഈ പണമെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 6 മാസം. ബേക്കൽ ടൂറിസം പരിസരത്തെ ശുചീകരണ തൊഴിലാളികൾക്കാണ് വേതനം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്.